നല്ല പെർഫോമൻസ് ആണ്, ഗംഭീരമായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും, കാരണം അത് ഇനി എല്ലാം തീർന്നിട്ട് പറയാനുള്ളതല്ല, പകുതിയായപ്പോൾ തന്നെ ഏകദേശം ആ ഒരു ലെവൽ എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും സിനിമയിലേക്ക് മുൻനിരയിലേക്കൊക്കെ വരേണ്ട ഒരു സമയം കഴിഞ്ഞു, അതിനെക്കുറിച്ച് കഴിഞ്ഞു. ഇങ്ങനെയുള്ള നല്ല കലാകാരന്മാരെയൊക്കെ പുറകോട്ട് കൊണ്ടുവരുത്തേണ്ട ഒരാവശ്യവുമില്ല. സന്തോഷം. കാര്യം ഞാൻ ചെറുതുവലുമ ഇപ്പോൾ പറഞ്ഞ പോലെ ചെറുതുവലുമ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു വലിയൊരു ക്യാരക്ടർ എന്നെ വിശ്വസിപ്പിച്ച ശ്രീ അമലാണ്. വളരെ സന്തോഷം. ചെയ്യുന്ന ചെറുതാണെന്ന് വലുതാണെങ്കിലും എനിക്ക് തരുന്ന വേഷത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. വിഭവമില്ല. പിന്നെ ഇതുപോലെ പെർഫോം ചെയ്യാനും നമുക്കൊരു ലീഡ് ക്യാരക്ടർ കിട്ടിയതിൽ വളരെ സന്തോഷം. ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനത്തെ പടങ്ങളാണ് വരുന്നത്. മെസ്സേജ് ആയിട്ട് സമൂഹത്തിൽ നമ്മൾ നിയമപരമായിട്ടും എന്താ പറയുക, ആൾക്കാർക്ക് നിയമപരമായിട്ടും അറിയിച്ചു കൊടുക്കാനുള്ള ഒരു ഇതായിട്ട് സിനിമയായിട്ട് കാണുന്നു. അതായത് പെൺമക്കൾക്കുള്ള അച്ഛന്മാർക്ക് നല്ല ഹേർട്ട് ചെയ്യുന്ന പടമാണ്. എന്ന് വെച്ചാൽ നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ടറായാലും എല്ലാ സൈഡീസും നന്നായിട്ടുണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. സാറിൻ്റെ സമൂഹത്തിൽ ചർച്ചയ്ക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിഷയമാണിത്. ഇന്നത്തെ കൂടുതലും പാരൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത് നന്നായി എല്ലാവരും തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടീമിന് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡയറക്ടർ ബ്രില്യൻസ്, എല്ലാ ലൊക്കേഷൻ വൈസ് ആയാലും എല്ലാം കൊണ്ടും നല്ല സൂപ്പർ ഫിലിം. നല്ലൊരു സ്ട്രോങ് തീമാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഉള്ള സൊസൈറ്റിയോടുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നുണ്ട് ഈ ഫിലിം. എല്ലാം കൊണ്ടും നല്ല നല്ല വലിയ ഫെസ്റ്റിവലിൽ സിനിമയ്ക്ക് അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.